ഹിന്ദു പത്രത്തിൻ്റെ ക്ഷമാപണവും PR ഏജൻസിയുടെ സാന്നിധ്യവും മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിൽ ഒരു സർക്കാരിനെ നയിക്കുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന നിഴൽ സർക്കാർ എന്ന് പറയപ്പെടുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള ദുരൂഹതയും ആശങ്കയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അഭിമുഖം അതൊരു ഏജൻസി നൽകുന്നു, പറയാത്ത കാര്യം എഴുതി കൊടുക്കുന്നു, ആ എഴുതി കൊടുത്ത കാര്യത്തെ സംബന്ധിച്ച് വളരെ ലഘുവായി ഒരു വിശദീകരണം വരുന്നു, തീരുമോ അവിടെ തീർത്താൽ എന്താണ് സന്ദേശം? യഥാർത്ഥത്തിൽ ഇതൊരു രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വളരെ ബോധപൂർവമായി ഉപയോഗിക്കുന്ന തന്ത്രങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് അത് ഓണർഷിപ്പ് ഇല്ലെങ്കിൽ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ വായിലേക്ക് തിരികെ നടത്തുന്ന ഇത്തരം ഏർപ്പാടുകളെ നിയമപരമായല്ലേ നേരിടേണ്ടത്? അങ്ങനെ നേരിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഇടയിലുള്ള പാലങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവതാരങ്ങളും ഒന്നാണെന്നല്ലേ? അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ സവിശേഷമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശം പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെയോ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞതുപോലെയോ ഒന്നും പറഞ്ഞുള്ള ഒരു ഖ്യാതിയെ ഉണ്ടായിരുന്നില്ല, ഒരു ചരിത്രമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അൻവർ ഉയർത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകൾ CPIM-ന് നഷ്ടപ്പെട്ടുവെന്നും പ്രത്യേകിച്ച് ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ ഈഴവ വോട്ടുകൾ ചോർന്നുവെന്നും അത് മുസ്ലിം പ്രീണനമാണെന്നുമൊക്കെ തരത്തിലുള്ള ചർച്ചകൾ അങ്ങനെ നിലനിൽക്കെ എല്ലാവരും പ്രതീക്ഷിച്ചത് പിണറായി വിജയനെ പോലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും കരുത്തുറ്റ വാക്കുകളാണ് അന്നേ പ്രതീക്ഷിച്ചത്. SNDP യോഗ ജനറൽ സെക്രട്ടറിക്ക് കൃത്യമായി മറുപടി പറയുന്ന ഒരു പിണറായി വിജയൻ സഖാവ്, പണ്ടൊക്കെയും അതുപോലെ സമുദായ നേതാക്കളോട് അതേ ഭാഷയിൽ അതേ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു പിണറായി വിജയൻ സഖാവിനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിൽ അദ്ദേഹം അവിടെയൊക്കെ അന്നൊക്കെ മൗനം പാലിക്കുകയായിരുന്നു. പിന്നീടാണ് അൻവർ ഉയർത്തിയ വിഷയം ഇതിലേക്ക് വന്നത്. അപ്പോഴാണ് അതിൻ്റെ മറുപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വളരെ പെട്ടെന്ന് പറയുന്ന ഒരു മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. ഇതിനു മുമ്പ് തന്നെ നമ്മുടെ സാക്ഷാൽ വിജയരാഘവനും P ജയരാജനുമൊക്കെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി ഇത് ഞരങ്ങിയും മൂളിയുമൊക്കെ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ടായിരുന്നു. അത് കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് ഈ അഭിമുഖം വന്നത്. ഈ അഭിമുഖത്തെ മുഖ്യമന്ത്രി നിഷേധിക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പറയുന്നത് ഒരു PR ഏജൻസി ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖത്തിൽ പറയാത്തത് പിന്നീട് എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യമുണ്ട്. ഈ പാർട്ടിയിലെ തന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ ആളുകൾക്ക് പോലും എന്തെങ്കിലും തരത്തിൽ സാക്ഷാൽ പിണറായി വിജയൻ സഖാവിന് അപ്രീതി ഉണ്ടാകുന്ന ഒരു വാക്കുപോലും ഉച്ചരിക്കാൻ ധൈര്യമില്ലാതിരിക്കെ അങ്ങനെ പിണറായി വിജയൻ സഖാവ് നേരിട്ട് പറയാത്തൊരു കാര്യം ഒരു ലെറ്റർ പാഡിൽ ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു എന്ന് എഴുതി കൊടുക്കാൻ ഈ പറയുന്ന ഒരു PR ഏജൻസിക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ആരാണ് ആ PR ഏജൻസി? അതൊരു PR ഏജൻസിയാണോ അല്ലെങ്കിൽ ബ്രോക്കറാണോ? അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മേൽ സ്വാധീനമുള്ള ആരെങ്കിലും, അത്രമേൽ സ്വാധീനമുണ്ടെന്ന് ഈ PR ഏജൻസിക്ക് തോന്നുന്ന ആരെങ്കിലും വളരെ ഉയർന്ന അവകാശവാദത്തോടെ അത് കൊടുത്തേക്കൂ എന്ന് നമ്മൾ സാധാരണ പറയുമല്ലോ. ഇപ്പം ശരീരവും നിഴലുമായി നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഹൃദയവും ഇരട്ട ശരീരവുമായി നടക്കുന്നത് പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം, അങ്ങ് കൊടുത്തേക്ക് എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഇതിലിടപെട്ടിട്ടുണ്ടോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് പറയാത്തത് പിന്നീട് പറഞ്ഞു എന്ന തരത്തിൽ അദ്ദേഹം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞ ആ കണക്കുകളെ അത് മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശവുമായി ബന്ധപ്പെടുത്തി അതിലൂടെ ഒരു സമുദായത്തെ, മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കാനും മുദ്ര കുത്താനും ചാപ്പ കുത്താനും ദേശീയ തലത്തിൽ കാലം കുറയായി നടക്കുന്ന കാര്യങ്ങൾക്ക് ചൂടും ചൂരും പകരുന്ന രീതിയിൽ അത് നൽകിയത് ആരാണ്? അതിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ആ PR ഏജൻസിയെ പുറത്താക്കുകയും അവർക്കെതിരെയും ഹിന്ദു പത്രത്തിനെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കാനും തയ്യാറാവണം. വളരെ നിസ്സാരമായ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ വസ്തു അളക്കുകയും അവിടെ സമരം നടത്തുകയും എന്തെങ്കിലും പോസ്റ്റ് ഇടുന്ന ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുകയും സാമൂഹ്യ മാധ്യമത്തിൽ പറയുകയും ഒക്കെ ചെയ്യുന്നതിന് നടപടിയെടുക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഒരു മുഖ്യമന്ത്രിയുടെ മേൽ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയാൻ ധൈര്യപൂർവ്വം, അതൊരു സ്റ്റേറ്റിനെ വിലക്കെടുക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഇലയ്ക്ക് പാലം പണിയുന്നതിന് തുല്യമാണ്. അതിനെക്കുറിച്ച് ഗൗരവമായി അറിയേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. പ്രതിപക്ഷവും അതേ ഗ്രാവിറ്റിയിൽ അതിനെയാണ് എടുക്കേണ്ടത്.
അല്ലാതെ ന്യൂനപക്ഷ ഭൂരിപക്ഷ സംഗതിയെ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.